ആശയങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് നാസയുടെ ഡ്രാഗൺ പേടകം തിരിച്ചെത്തിയിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയ പേടകത്തിൽ നിന്ന് സംഘാംഗങ്ങളെ പുറത്തെത്തിച്ചിട്ടുണ്ട്. സംഘാംഗത്തിൽ ഒരാളുടെ അനാരോഗ്യത്തെ തുടർന്നാണ് ദൗത്യം പൂർത്തിയാക്കാനാകാതെ നാസയുടെ ക്രൂ 11 തിരിച്ചെത്തിയിരിക്കുന്നത്. ന്യൂസ് സ്റ്റുഡിയോയിൽ നിന്ന് വിവരങ്ങളുമായി രശ്മി ജെ ദാസ് ആണ് ചേരുന്നത്. രശ്മി, മറ്റ് പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ സംഘം തിരിച്ചെത്തിയോ? അവരെയെല്ലാം ഇപ്പോൾ ആ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയോ? തീർച്ചയായും ദിവ്യ, 167 ദിവസത്തെ മിഷൻ പകുതിക്ക് വെച്ച് പൂർത്തിയാക്കിയാണ് ദൗത്യസംഘം നിലവിൽ പസഫിക് സമുദ്രത്തിൽ പേടകം പതിച്ചിരിക്കുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇവരെ പുറത്തിറക്കാൻ നിലവിൽ പേടകത്തിന് റിക്കവറി ഷിപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിക്കവറി ടീം ഈ പേടകത്തിനടുത്തെത്തി പേടകത്തെ സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത് റിക്കവറി ഷിപ്പിനുള്ളിൽ വെച്ച് ഹാച്ച് തുറന്ന് അവരെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 167 ദിവസത്തെ മിഷൻ അവസാനിപ്പിച്ചാണ് ഈ നിലവിൽ ഈ ദൗത്യസംഘം എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് ഒരു 2:11 ഈ പേടകം സമുദ്രത്തിൽ കാലിഫോർണിയ തീരത്ത് കടലിൽ സുരക്ഷിതമായി പതിക്കുന്നതും അവിടുന്ന് വീണ്ടെടുക്കുന്നതിനുള്ള പ്രക്രിയകൾ ആരംഭിക്കുകയും ചെയ്തത്. ഇലോൺ മസ്കിന്റെ സ്പേസ് ഡ്രാഗൺ പേടകമാണ് നിലവിൽ സഹായത്തിനായി ഇവിടെ റിക്കവറി ടീമിനൊപ്പമുള്ളത്. ഈ നാസ ദൃശ്യങ്ങളെല്ലാം തത്സമയം വിക്ഷേപണം ചെയ്തിരുന്നു. മിഷൻ കമാൻഡർ സൈന മറിയ കാർഡ്മാൻ, മിഷൻ പൈലറ്റ് മൈക്ക് ഫിൻക, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ കിമിയ യുയി, ഒലെഗ് പ്ലാച്ചിനോവ് തുടങ്ങിയവരാണ് നിലവിൽ ഈ മടങ്ങിയെത്തിയവരിലുള്ളത്. ഇവരിൽ ഒരാളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അല്ലെങ്കിൽ മോശമായതിനെ തുടർന്നാണ് ഈ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ദൗത്യസംഘത്തെ നിലവിൽ നാസ തിരിച്ചെത്തിച്ചിരിക്കുന്നത്. ആർക്കാണോ എന്ത് തരത്തിലുള്ള വൈദ്യസഹായമാണ് വേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ നാസ ഒരു വ്യക്തത തന്നിട്ടില്ല. എന്നാൽ ഇവരിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി നിലവിൽ വലിയ രീതിയിൽ മോശമല്ല. എന്നാൽ ഭൂമിയിൽ എത്തിച്ചുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് വൈദ്യപരിശോധനകൾക്കായി ഇവരെ മടക്കി എത്തിക്കുകയാണെന്ന വിവരമാണ് നാസ ഇതിനകം തന്നെ നൽകിയിരിക്കുന്നത്. ഈ മടക്കി എത്തിച്ച ഈ റിക്കവറി ഷിപ്പ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബഹിരാകാശ യാത്രികരെ ഇനി ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരിക്കും ചെയ്യുക. ശരി രശ്മി, 6 മാസത്തെ ദൗത്യമായിരുന്നില്ലേ അല്ലേ ഇവരുടെ? തീർച്ചയായും ഫെബ്രുവരിയിലാണ് ഈ ദൗത്യസംഘം തിരിച്ചെത്തേണ്ടിയിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഈ 4 ആസ്ട്രോണോട്ടുകളിൽ ആർക്കാണെന്ന് ഇതുവരെ നാസ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇവരിൽ ഒരാളുടെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്നാണ് നിലവിൽ ഈ മടക്കയാത്ര. ഇതിൽ ഫെബ്രുവരിയിലായിരുന്നു ഇവർ തിരിച്ചെത്തേണ്ടിയിരുന്നത്. ചന്ദ്രയാൻ ദൗത്യത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന് സജ്ജീകരണമായിട്ടായിരുന്നു ഒരു വലിയ ദൗത്യവുമായാണ് ഇവർ ബഹിരാകാശത്തെത്തുന്നത്. എന്നാൽ അത് പൂർത്തിയാക്കാതെ നിശ്ചയിച്ച സമയത്തിനകം മടങ്ങാതെ അതിനു മുൻപ് തന്നെ ഇവർ മടങ്ങിയിരിക്കുകയാണ് നിലവിൽ. ശരി, എന്താണ് ഈ ആരോഗ്യ പ്രശ്നം? എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന സംഘാംഗത്തിന്റെ ആരോഗ്യനില എന്താണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നാസ നൽകുന്നുണ്ടോ രശ്മി? നിലവിൽ നാസ പുറത്തുവിട്ടിരിക്കുന്ന ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് ആർക്കാണ് ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ പ്രശ്നം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 4 ആസ്ട്രോണോട്ടുകളിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം നേരിടുന്നതിനാൽ ദൗത്യസംഘത്തെ മടക്കി വിളിക്കുകയാണ്. എന്നാൽ ആരോഗ്യസ്ഥിതി അതീവ മോശമല്ല. ഭൂമിയിൽ എത്തിച്ച് ചെയ്യേണ്ട ചില വൈദ്യപരിശോധനകൾ നമുക്കറിയുന്ന പോലെ തന്നെ ബഹിരാകാശ നിലയത്തിൽ അവർക്ക് സമീപിക്കാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈദ്യപരിശോധനകൾക്ക് സഹായം എത്തിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും മതിയായ സജ്ജീകരണങ്ങൾ അവിടെയില്ല. അതിനാൽ തന്നെ ഭൂമിയിൽ എത്തിച്ച് ചെയ്യേണ്ട ചില വൈദ്യപരിശോധനകൾക്കായി ഇവരെ മടക്കി വിളിക്കുകയാണ് നിലവിൽ ചെയ്യുന്നതെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ഇവരെ പുറത്തെത്തിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ നാസയുടെ പക്കൽ നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ഇപ്പോൾ രാജഗോപാൽ കമ്മത്തുണ്ട്, ശാസ്ത്രലേഖകനാണ്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, നോക്കൂ, ദൗത്യം പൂർത്തിയാക്കാതെയാണ് ക്രൂ 11 സംഘത്തിന് തിരികെ വരേണ്ടി വന്നിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ സംഘാംഗത്തിൽ ഒരാൾക്കുണ്ടായ ആരോഗ്യ പ്രശ്നം എന്നെ സംബന്ധിച്ചൊന്നും കൂടുതൽ വിവരങ്ങളില്ല. പക്ഷേ ഭാവിയിൽ ബഹിരാകാശം എല്ലാവർക്കും തുറന്നിടുന്ന ഒരു ലോകം അല്ലെങ്കിൽ അങ്ങനെയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ദൗത്യം പൂർത്തിയാക്കാതെ മടങ്ങുന്നത് അത്തരം സ്വപ്നങ്ങൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണോ? ഇത് 2ാം തവണയാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഒന്ന് സുനിത വില്യംസിന്റെ ഇഷ്യൂ ഉണ്ടായി. രണ്ടാമതിപ്പം ഇപ്പോ ആദ്യമായിട്ടൊരു മെഡിക്കൽ ഇവാക്യുവേഷൻ നടന്നിരിക്കുകയാണ്. അപ്പൊ അതൊരു ഭാവിയിലെ സ്പേസ് പ്രോഗ്രാംസിന് അതൊരു ഇച്ചിരി ആശങ്ക ഉയർത്തുന്നതാണ്. കാരണം എന്താണിത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. മൈക്രോഗ്രാവിറ്റിയിൽ നമുക്ക് അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ധാരാളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അൾട്രാസൗണ്ട് സ്കാനും കാർഡിയാക് മോണിറ്ററിങ്ങും ബോഡി ഫ്ലൂയിഡ് മോണിറ്ററിങ്ങും എല്ലാം ഉണ്ട് അവിടെ. പ്രത്യേകിച്ച് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവരുടെ തുടർച്ചയായിട്ട് ഇവിടെ ഭൂമിയിലെ മെഡിക്കൽ ടീം ഇവരെ നിരീക്ഷിക്കുന്നുമുണ്ട്. പിന്നെ അവര് ആരോഗ്യം നിലനിർത്താനായിട്ട് അവരെ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട്. അവരുടെ ബോഡി ഫ്ലൂയിഡ്സ് ചെക്ക് ചെയ്യാറുണ്ട്. ECG എടുക്കാറുണ്ട്. അതുപോലെ ഹൃദയമിടിപ്പ് പരിശോധിക്കാറുണ്ട്. പിന്നെ അവരുടെ ദൃഷ്ടി പരിശോധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അസ്ഥികളുടെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് പരിശോധിക്കാറുണ്ട്. കാരണം മൈക്രോഗ്രാവിറ്റിയിൽ ഏറ്റവും ബാധിക്കുന്നത് രക്തചംക്രമണത്തെയും അസ്ഥികളെയാണ്. പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ
മനുഷ്യ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭൂമിക്ക് വേണ്ടിയാണ്. അപ്പോൾ മൈക്രോഗ്രാവിറ്റിയിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതൊരു വിഷയമാണ്. പ്രത്യേകിച്ച് 1-2 ദിവസത്തേക്കല്ലല്ലോ, ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന ദൗത്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇഷ്യൂ. പിന്നെ റേഡിയേഷന്റെ പ്രശ്നം ഏത് രീതിയിൽ ഇത് ബാധിക്കുന്നു, എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയിൽ അതിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രശ്നം, അതായത് ബ്ലഡ് ക്ലോട്ട്, ഇപ്പൊ ഈ COVID-19 ഒക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ബ്ലഡ് ക്ലോട്ടൊക്കെ ചികിത്സിക്കാനായിട്ടുള്ള സംവിധാനം അവിടെ ഇല്ല. ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ ഉണ്ടാവും, മിനിമം എക്യുപ്മെന്റ് കാര്യങ്ങളുണ്ടാവും, പക്ഷെ അവിടെ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ ആണ്. അതായത് അടുത്ത 1 മാസത്തേക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇവാക്യുവേഷൻ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തിരിച്ചു വരവിന് വേണ്ടി റീഎൻട്രിക്ക് വേണ്ടിയുള്ള ആരോഗ്യം അവർക്കുണ്ട്. അത് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. കാരണം ഒരു വലിയ ശക്തമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ശരീരത്തിനുണ്ടാകുന്നത് അറ്റ്മോസ്ഫിയറിക് റീഎൻട്രി എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട ഈ സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിക് റീഎൻട്രി കഴിഞ്ഞിട്ടാണ് ഈ സ്പ്ലാഷ് ഡൗൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം അതിശക്തമായിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ റീഎൻട്രി എന്ന് പറയുന്നത്. ഇവിടെ ഈ മൈക്രോഗ്രാവിറ്റിയുടെ ഈ പ്രശ്നം അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ മറ്റ് ഇൻഫെക്ഷൻസ്, നമ്മളിവിടെ ഭൂമിയിലൊക്കെ ഉണ്ടാകുമ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയ ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല അല്ലേ? അങ്ങനെ ഉണ്ടാകാനിടയില്ല. പക്ഷെ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. ഫ്രാക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ അവിടെ ഇല്ല. ഫ്രാക്ചറോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഓർഗാൻസിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കാനായിട്ടുള്ള സംഗതികൾ അതിലില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ റീഎൻട്രിക്കൊന്നും വലിയൊരു പ്രശ്നമില്ല. ബ്ലഡ് ക്ലോട്ട് ആണെങ്കിൽ അവർ മാനേജ് ചെയ്യാനായിട്ട് മരുന്നുകൾ കൊടുത്തിട്ട് ബ്ലഡ് ക്ലോട്ട് മാനേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഈ റീഎൻട്രിയിൽ വലിയ ഇഷ്യൂ ഉള്ള കാര്യമാണ്. കാരണം ഇത്രയും ശക്തമായ ഗുരുത്വാകർഷണം അനുഭവിച്ച് ഈ സ്പ്ലാഷ് ഡൗണിന്റെ സമയത്ത് എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ഇമ്പാക്റ്റ് ആണ് ശരീരത്തിലുണ്ടാകുന്നത്. അപ്പൊ നമ്മള് ബോധ്യം വരേണ്ട ഒരു കാര്യം, റീഎൻട്രിക്ക് വേണ്ടി സജ്ജമായ ഒരു ശരീരമാണ്. അപ്പൊ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളത്, അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആർക്കാണ് ഉണ്ടായതെന്ന് അവർ പറയണ്ട. പ്രൈവസി, ഓക്കെ, മെഡിക്കൽ പ്രൈവസി, ഒരു പേഴ്സണൽ പ്രൈവസി. ബട്ട് വാട്ട് അബൌട്ട് എന്താണ് ഉണ്ടായതെന്നുള്ളത്, അത് എന്താണ് അവിടെ ഉണ്ടായത്? കാരണം നമുക്ക് ഒരു മൂൺ മിഷൻ വരികയാണ്, നാസയുടെ തന്നെ മൂൺ മിഷൻ വരികയാണ്.